ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ 1 വീക്ക് മുമ്പ് ചെയ്ത കലാത്തിയ റിപ്പബ്ലിക് ഡേ ഓഫർ എന്ന വീഡിയോയുടെ വിന്നർ അനൗൺസ്മെൻ്റ് ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് എത്ര പേരാണ് നമുക്ക് സ്റ്റാറ്റസ് വ്യൂസ് ഇട്ട് തന്നതെന്ന് നോക്കാം. നമുക്ക് നോക്കുമ്പം 71 പേരാണ് കേട്ടോ സ്റ്റാറ്റസിൻ്റെ വ്യൂസ് ഇട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 71 പേരുടെ നമ്പർ നമ്മൾ എല്ലാവർക്കും തന്നെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആരൊക്കെയാണ് ഇന്നത്തെ വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ ബേസ് റൂട്ട് എന്താ, നമുക്ക് ബേസ് റൂട്ടിൽ നറുക്കിടാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ, അന്ന് നമുക്ക് നറുക്കിടാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം. ഇവിടെ വയ്ക്കുക. നമുക്ക് ആദ്യത്തെ ഭാഗ്യശാലി ഇന്നത്തെ ആരാണെന്ന് നോക്കാം കേട്ടോ. ആയോ? നമ്മൾ നോക്കട്ടെ. നമ്പർ 27 ആണ് കേട്ടോ. ആരാണ് നമുക്ക് 27 നോക്കാം. ദിവ്യയാണ് നമ്പർ 27 ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്ത വിന്നേഴ്സ് ആരാണെന്ന് നോക്കാം. ഇനി അടുത്ത വിന്നർ ആരാണെന്ന് നോക്കാം. നമ്പർ 33 ആരാണ് നമുക്ക് നോക്കാം. നമ്പർ 33 സുഹദയാണ് സെക്കൻഡ് വിന്നറായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് തേർഡ് വിന്നർ ആരാണെന്ന് നോക്കാം. നമ്പർ 38 ആരാണെന്ന് നോക്കാം. നമ്പർ 38 ആയിട്ട് വന്നിരിക്കുന്നത് നൂർജഹാനാണ് നമ്മുടെ തേർഡ് വിന്നറായിട്ട് വരുന്നത്. ഇനി അടുത്ത് നമ്മുടെ ഫോർത്ത് വിന്നർ ആരാണെന്ന് നോക്കാം. അടുത്ത് നമ്മുടെ ഫോർത്ത് വിന്നർ ആരാണെന്ന് നോക്കാം. നമ്പർ 1 ആണ് നമ്മുടെ ഫോർത്ത് വിന്നർ. നമ്പർ 1 ആരാണ്? നീമയാണ് നമ്പർ 1 ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഫിഫ്ത്ത് വിന്നർ ആരാണെന്ന് നോക്കാം. നമ്പർ 8 ആരാണ്? നമ്പർ 8 വരുന്നത് ബിൻസി. അപ്പോൾ ഇത്രയും പേരാണ് ഇന്നത്തെ വിന്നറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വിന്നേഴ്സിന് എല്ലാവർക്കും ആശംസകൾ. സ്റ്റാറ്റസ് വെച്ച് വ്യൂസ് ഒക്കെ ഇട്ട് തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച ചെയ്ത അഗ്ലോണിമയുടെ വീഡിയോയുടെ സ്റ്റാറ്റസ് വ്യൂസ് ഇത്രയും പേരാണ് കേട്ടോ. നമുക്ക് 56 പേര് ഇതുവരെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാറ്റസ് വ്യൂസ് ഇട്ട് തരാത്തവർ, സ്ക്രീൻഷോട്ട് ഇട്ട് തരാത്തവർക്ക് സ്റ്റാറ്റസ് വെക്കാം കേട്ടോ. നമുക്ക് അടുത്ത സൺഡേ വരെ ടൈമുണ്ട്. ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലിനെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി.